പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നദ്ധയിൽ സന്നദ്ധരായിരിക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കും വിശേഷാൽ പ്രിയ ദേവദാസ് റജി പാസ്റ്റർക്കും അതോടൊപ്പം തന്നെ നമ്മോടൊപ്പം ആയിരിക്കുന്ന പ്രിയ മാനുവൽ പാസ്റ്റർ എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നമുക്ക് വീണ്ടും ഒരു ആവശ്യം കൂടെ വിശുദ്ധ സഭായോഗവുമായി കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം അവസരമൊരുക്കിയല്ലോ. ഐ ഗ്രീറ്റ് യു ഓൾ ഇൻ ദ മാച്ച്ലെസ് ആൻഡ് മാർവലസ് നെയിം ഓഫ് ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ വായിച്ചതായ വിശുദ്ധ തിരുവചന ഭാഗം സാംസ് 46 46-ാമത്തെ തിരുവചന ഭാഗമാണ് നമ്മൾ വായിപ്പാൻ തക്കവണ്ണം ഇടയായെത്തുന്നത്. ഇന്ന് പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ഇമ്മാനുവൽ പാസ്റ്റർ നമ്മോട് കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കം ചില വാക്കുകളിൽ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് പ്രബോധിപ്പിച്ച് വേഗത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമ്മൾ വായിച്ച സങ്കീർത്തനം 46 അതിൻ്റെ 1-ാമത്തെ വാക്യം വേഗത്തിൽ ദൈവസന്നിധിയിൽ വായിച്ചാണ്. സാംസ് നമ്പർ 46 വേഴ്സ് 1. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, അവിടുന്ന് നൽകിയതായ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ഭാഗത്തിനായി നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, വചനം അവിടുത്തേതാകുന്നു, അടിയങ്ങൾ അവിടുത്തേതാകുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചാട്ട് സർവ്വേശ്വരൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച തിരുവചന ഭാഗം 46-ാമത്തെ സങ്കീർത്തനമാണല്ലോ. അത് കോരഹ പുത്രന്മാർ എഴുതിയതായ ഒരു തിരുവചന ഭാഗമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, ഒരുപക്ഷെ കാണാതെ തന്നെ അറിയാവുന്ന ഒരു ഭാഗം. മിക്കവാറും നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന, നമ്മൾ നിരാശയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മെ വളരെയധികം സ്വാധീനപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട പദങ്ങളാണ്, വാക്കുകളാണ് ഈ സങ്കീർത്തനത്തിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത്. എൻ്റെ 1-ാമത്തെ ഭാഗം നാം ഇപ്പോൾ വായിച്ചു കേട്ടതുപോലെ ഇപ്രകാരം പറയുന്നു: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. അടുത്ത ഭാഗം പറയുകയാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി. നമുക്ക് സഭ ചേർന്നൊന്ന് ആ വാക്യം വായിക്കാമോ? ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, നമുക്ക് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ലിറ്ററലി ഈ ഒരു വാക്കിൻ്റെ അർത്ഥം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വേദനയിലോ പ്രയാസത്തിലോ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ഈ വാക്കുകൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ വളരെ വ്യക്തമായ ദൈവത്തിൻ്റെ ഒരു ആശ്വാസം, ദൈവികമായ ഒരു ആശ്വാസം നമുക്ക് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സ്തോത്രം, ഹല്ലേലൂയ. സോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പല വാക്യങ്ങൾ എടുത്ത് പ്രബോധിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിൻ്റെ 1-ാമത്തെ വാക്യം മാത്രം ദൈവസന്നിധിയിൽ ധ്യാനിച്ച് വേഗത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാനായിട്ട് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ പറയാം, നമുക്ക് പറയുന്ന കാര്യം ഇപ്രകാരമാണ്: ദൈവം എൻ്റെ സങ്കേതമാണ്, ദൈവം എൻ്റെ ബലമാണ്, ദൈവം എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ടിരിക്കുകയാണ്. ഈ 2-3 കാര്യങ്ങൾ, അതായത് വിഷയങ്ങൾ ഡിവൈഡ് ചെയ്ത് വീണ്ടും ഞാൻ പറയുന്നില്ല. 1-ാമത്തെ വാക്യം തന്നെ ഡിവൈഡ് ചെയ്യാനും നമ്മുടെ മുമ്പിൽ സമയമില്ല. ആ വാക്യം അങ്ങനെ എടുത്ത് പറയുമ്പോൾ എൻ്റെ വേഗത്തിൽ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന ഒരു വേദപുസ്തകത്തിലെ ഒരു ക്യാരക്ടറാണ് നോഹയുടെ ക്യാരക്ടർ. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. തൻ്റെ പെട്ടകത്തിൽ താൻ പ്രസംഗിച്ചു, ഒത്തിരി പ്രസംഗിച്ചു. തൻ്റെ പ്രസംഗത്തിൽ ആരും ഒന്നും എന്ത് ചെയ്തില്ല. നോഹ എത്ര പ്രസംഗിച്ചെന്നറിയാമോ? ഏറ്റവും അധികം വർഷം പ്രസംഗിച്ച ദൈവദാസനാണ്. സത്യം പറഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് ഒരു അംഗീകാരം കൊടുക്കത്തക്ക രീതിയിലുള്ളൊരു പാസ്റ്ററായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം പ്രസംഗിച്ചിടത്തോളം എത്രയോ വർഷമാണ് പ്രസംഗിച്ചേ. പക്ഷേ തൻ്റെ പ്രസംഗത്തിൽ ഒറ്റ മനുഷ്യനെ വെളിയിൽ എന്ത് ചെയ്തില്ല. പറഞ്ഞേ, നിങ്ങൾ നോഹയുടെ ചരിത്രം വായിച്ചിട്ടില്ലേ? ഉണ്ട്. എത്ര പേര് മുമ്പോട്ട് വന്നു വെളിയിൽ നിന്ന്? അപ്പോൾ നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് അദ്ദേഹം ഒരു പരാജിതനായ സുവിശേഷ വേലക്കാരനാണ്. പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ ന്യായവിധി വന്നപ്പോൾ പ്രസംഗിച്ച ആളും കുടുംബം ഇവിടെ കയറി, പെട്ടകത്തിൽ കയറി. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? സഭയുടെ വലിപ്പം നോക്കിയൊന്നും ആരെ എന്ത് ചെയ്തേക്കല്ലേ, വിലയിരുത്തരുത്. സ്തോത്രം. പുറമേ നമ്മൾ എന്ത് ചെയ്യല്ല, ഒരു മനുഷ്യനെയും വിലയിരുത്തുവാനായിട്ട് പോകരുത്. സ്തോത്രം. ആ വിഷയം ഞാൻ അവിടെ വിടുകയാണ്. ഹല്ലേലൂയ. സോ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. താൻ അനേക കാര്യങ്ങൾ ചെയ്തു, പ്രതികൂലങ്ങൾ കടന്നു വന്നു, പ്രതിസന്ധികൾ കടന്നു വന്നു.
പക്ഷേ ദൈവം തൻ്റെ ജീവിതത്തിൽ എന്തായിട്ട് മാറി? സങ്കേതമായി, നമ്മൾ വായിച്ച വാക്യം അനുസരിച്ച് ബലമായി, അതോടൊപ്പം തന്നെ കഷ്ടങ്ങളിൽ ആ കഷ്ടതയുടെ സമയത്ത് ഏറ്റവും അധികം ബലമായി കർത്താവ് എന്ത് ചെയ്തു? നോഹയുടെ കൂടെ ഉണ്ടായിരുന്നു, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അത് ജലപ്രളയത്തിൽ പെടുത്താതെ ദൈവത്തിന് അദ്ദേഹത്തെ രക്ഷിക്കാമായിരുന്നു. പക്ഷേ ശ്രദ്ധിച്ചോണേ, പ്രളയം വരത്തില്ലെന്നൊന്നും, നമ്മൾ കഷ്ടം വരത്തില്ലെന്നൊക്കെ പ്രസംഗിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് പ്രസംഗിക്കാൻ ഞാൻ ആളല്ല, ഞാൻ ഒട്ട് പഠിച്ചിട്ടുമില്ല. ശ്രദ്ധിക്കുക, പ്രശ്നം വരത്തില്ല എന്ന്, പ്രശ്നം വന്നാലും ഞാൻ വിശ്വസിക്കുന്നത് ആ പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി ഒരുക്കും എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ചിന്തിക്കാൻ ഞാൻ വെച്ച വിഷയമാണ്. എനിക്കിപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിൽ കിടക്കുന്നില്ല വിചാരിച്ചതാണ്. ഇതിൻ്റെ ഇടയ്ക്കൊരു പോയിന്റ് ഇങ്ങനെ പറയാൻ അത് അപ്രകാരമാണ്. ചന്ദ്രകുമേശ ബേദർ ഹോമിനെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ശക്തമായ ഒരു പ്രതികൂലം കടന്നു വന്നല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പ്രതികൂലമാണ്. പക്ഷേ ആ പ്രതികൂലത്തിൽ പെടുത്താതെ ദൈവം അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു? ചെയ്യാമായിരുന്നു. അവിടെ തീച്ചൂളയുടെ അനുഭവമോ പ്രതികൂലത്തിൻ്റെ അനുഭവം ഒന്നുമില്ലാതെ ദൈവം അവരെ ഒരു സേഫ് സോണിലാക്കി വെക്കാമായിരുന്നു. പക്ഷേ അവിടെ അവർ ആ തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുക എന്നുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്രകാരം പറയും, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല പരീക്ഷണങ്ങളും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് നാം എന്ത് ചെയ്യണം? നാം ഒന്ന് തിരിച്ചറിഞ്ഞാൽ ഭയങ്കര ആശ്വാസമായിരിക്കും. അത് മാത്രമല്ല, വലിയ പ്രതീക്ഷയായിരിക്കും. എനിക്ക് വേണ്ടി ഒരു വഴി ദൈവം അവർക്ക് വേണ്ടി നമ്മൾ പറഞ്ഞതുപോലെ ഒരു വഴി ദൈവം അവർക്ക് വേണ്ടി ആ ഒരു തീച്ചൂളുടെ അനുഭവം മാറ്റിവെക്കുക മാത്രമല്ല, മാറ്റി വെച്ചില്ല. പകരം നാലാമനായിട്ട് ആ പ്രശ്നത്തിന് നടുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, പ്രശ്നമില്ലാത്തതാണോ നല്ലത്? പ്രശ്നത്തിന് നടുവിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതാണോ നല്ലത്? ആമേൻ പറഞ്ഞ് നിർത്തിയാൽ മതി. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും എന്നാലും പറയും എനിക്ക് പ്രശ്നമില്ലാത്തതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ ആ ദൈവ സാന്നിധ്യം എന്നുള്ളത് ഭയങ്കര വിഷയമാണ് ദൈവമക്കളെ. അത് ഈ കൂടുതലും പ്രശ്നമില്ലാത്തവർ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പക്ഷേ കൂടുതലും നമ്മളൊക്കെ അനുഭവിക്കുന്ന എപ്പോഴാണ് ചോദിച്ചാൽ ആ പ്രശ്നങ്ങളുടെ നടുവിലാണ്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ വളരെയധികം പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയൊരു സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായ വിഷയങ്ങളുണ്ടല്ലോ. ആ വ്യക്തിപരമായ നിമിഷങ്ങളിലൊക്കെ ആ ദൈവസാന്നിധ്യം കണ്ടത് ഈ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ നടുവിലാണ്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നത്തിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആ പ്രതികൂലത്തിനായി, ആ കടഭാരത്തിനായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു? പലപ്പോഴും നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കണമെങ്കിൽ യഥാർത്ഥ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇതാണ്, ചെങ്കടലിൻ്റെ നടുവിലൂടെ നടന്നവന് മാത്രമേ ദൈവമേ ആ ചെങ്കടലിൽ നന്നതിനായി നന്ദി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ശരിയാണ് ഞാൻ പറഞ്ഞേ? പ്രൈസ് ദി ലോർഡ്. ഈ എരിഹോ കോട്ടയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവമേ എരിഹോ കോട്ടയ്ക്ക് നന്ദി എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ദൈവപ്രവൃത്തി കണ്ടവന് മാത്രമേ സാധിക്കത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. കടഭാരത്തിന് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കടഭാരത്തിന് നന്ദി എന്ന് പറഞ്ഞേ, നമ്മുടെ ജീവിതത്തിലെ രോഗത്തിന് നന്ദി എന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ പല വിഷയങ്ങൾക്കും നന്ദി. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താ ചോദിച്ചാൽ, വളരെ ചുരുക്കമായി പറയാം, നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്. അതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് പഠിപ്പിക്കുന്നത്? ദൈവം നമ്മുടെ സങ്കേതമാണ്. ദൈവം നമ്മുടെ സങ്കേത നഗരങ്ങളെ പറ്റിയൊക്കെ പഴയ നിയമത്തിൽ ഞാൻ എടുക്കുന്നില്ല. സങ്കേത നഗരങ്ങളെ പറ്റിയൊക്കെ വിശുദ്ധ തിരുവചന ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സങ്കേത നഗരങ്ങളുടെ ആവശ്യം എന്ന് ചോദിച്ചാൽ അവൻ ഓടി രക്ഷ പ്രാപിക്കുന്ന ഇടമാണ്, അല്ലേ? അവൻ്റെ പ്രാണൻ രക്ഷിക്കുന്ന ഇടമാണ് സങ്കേതം എന്ന് പറയും. ആ സങ്കേത നഗരങ്ങൾ, അല്ലേ? അപ്പം നമ്മുടെയൊക്കെ പ്രാണൻ ഇതാണ്, ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ആ ഒരു സംരക്ഷണം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. നമ്മളൊക്കെ വാഹനം മേടിച്ച് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലേ, നമ്മുടെ സാമ്പത്തികമൊക്കെ കണ്ടമാനം ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വാഹനം ഓടിക്കുന്ന സാമ്പത്തികമൊക്കെ. അപ്പം ദൈവത്തിൻ്റെ ഒരു ആ കരമാണ്, ഭയങ്കരമാണ്. ദൈവത്തിൻ്റെ ആ കരം, ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം, കർത്താവിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, ഇതൊക്കെയാണ് ഈ സങ്കേതം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
സ്വത്രം. നമ്മളൊക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ എത്രമാത്രം ഇഷ്യൂസ് കടന്നു വരാമെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷേ ഒരു വിഷയത്തിലും പെടുത്താതെ തമ്പുരാൻ ഇങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ അത് തമ്പുരാൻ്റെ ഒരു വിശ്വസ്തത എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് വേറെ ഒന്നും പറയാനില്ല. നമ്മുടെ കഴിവൊന്നുമില്ല. നമുക്കെന്തെങ്കിലും പറയാനുണ്ടോ? ദൈവമേ ഇതെൻ്റെ കഴിവാണ്, ദൈവമേ ഇതെൻ്റെ എൻ്റെ അറിവ് കൊണ്ടാണ്, എൻ്റെ ജ്ഞാനം കൊണ്ടാണ്, എൻ്റെ പദവി കൊണ്ടാണ്. ഒന്നുമല്ല ദൈവമക്കളെ, തമ്പുരാൻ നമ്മളെ നടത്തുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തൊന്നും പറയാനില്ല. സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറയാം. ദൈവം നമ്മുടെ സങ്കേതമാകുന്നു, അവൻ ബലമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത. ഈ സദൃശ്യവാക്യങ്ങൾ അങ്ങനെ പുസ്തകം ഉണ്ടല്ലോ, അല്ല പ്രൊവർബ്സ് അല്ലേ, അതിന് അങ്ങനെ പുസ്തകം ഉണ്ടല്ലോ, ഓർമ്മയുണ്ടോ? അപ്പം അവിടെ അതിൻ്റെ 18-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാക്യം പറയുന്നുണ്ട്. 18 വേഴ്സസ് 10, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. അപ്പൊ നിങ്ങൾക്ക് അറിയാം വാക്യം, യഹോവയുടെ നാമം, ഉറക്കെ പറഞ്ഞേ, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ഞാൻ മാത്രം പറയാം, ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോണേ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. സ്തോത്രം പറഞ്ഞു, നല്ലൊരു സ്തോത്രം അതിനു വേണ്ടി. ഹല്ലേലൂയ. അപ്പം ഇതാണ് യഹോവയുടെ നാമം. അത് ദൈവമക്കളെ, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നുള്ളതിൽ ഏറ്റവും അധികം അഭിമാനിക്കുന്നൊരു വ്യക്തിയാണ്. ഏതൊരു വ്യക്തിയോട് കണ്ടാലും ഞാനൊരു പാസ്റ്ററാണെന്നോ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നോ പറയുന്നതിൽ യാതൊരു വിധമായ ഒരു ലജ്ജയും നമുക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല. കാരണം ഇതാ ചോദിച്ചാൽ, എൻ്റെ യഹോവയുടെ, എൻ്റെ കർത്താവിൻ്റെ നാമം, പേര്, അതാണ് ബലമുള്ളൊരു ഗോപുരമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ എന്താണ്? നീതിമാൻ അതിലേക്ക് ഓടി. ശ്രദ്ധിച്ചാണോ, ആരാ ഓടിച്ചില്ലെന്ന് അങ്ങോട്ടുള്ളത്? അശുദ്ധന് സാധിക്കുകയില്ല, ദുഷ്ടനും സാധിക്കുകയില്ല. നീതിമാൻ അതിലേക്ക് എന്ത് ചെയ്യുന്ന, നടന്നില്ലോ എന്നല്ല പറയുന്നത്, ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഈ ദിവസങ്ങളിൽ കർത്താവിനെ അറിയുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. നാം തിരിച്ചറിയണം. കർത്താവിൻ്റെ മകനായി തീരുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായൊരു കാര്യം. ഇപ്പോൾ സ്നാനപ്പെടാനൊക്കെ തീരുമാനിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്, സ്നാനപ്പെടാനുള്ളവരുണ്ട്, അതിനുവേണ്ടി പ്രിപ്പയർ ആകുന്ന ആൾക്കാരുണ്ട്. ഞാൻ എല്ലാവരോടും പറയുക, കർത്താവിനെ അറിയുക എന്നുള്ളതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കാര്യമെന്ന് നാം തിരിച്ചറിയാം. നമ്മൾ ശ്രദ്ധിക്കുക, കർത്താവില്ലാത്തൊരു തലമുറയാണ് വളർത്തിക്കൊണ്ട് വരുന്നതെങ്കിൽ ഒരു പ്രയോജനവുമില്ല. ഈ ലോകത്തിൻ്റെ എല്ലാ മ്ലേച്ഛകളിലേക്ക് അവർ ഓടിപ്പോകും. അതേസമയം കർത്താവിന് നിങ്ങൾ വേറെ ഒന്നും അവർക്ക് കൊടുത്തില്ലെങ്കിലും കർത്താവിനെ നമ്മുടെ തലമുറകൾ കൊടുത്താൽ നമുക്ക്, പേരൻസായ നമുക്ക് എവിടെ ആശ്വാസമുണ്ട്. എന്താ? എൻ്റെ മക്കൾ ദൈവത്തെ ആരാധിച്ച് എവിടായാലും പാപത്തിലേക്ക് പോകാതെ അവർ ജീവിക്കുമെന്ന് വലിയൊരു കോൺഫിഡൻസ് പേരൻസായ നമുക്കുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ മാത്രം ഒരു സ്തോത്രം പറഞ്ഞേ. ആമേൻ. കാരണം എന്താ? ഞാൻ പറഞ്ഞില്ലേ, വേറെ ഒന്നും നിങ്ങൾ അവർക്ക് കൊടുത്തില്ലെങ്കിൽ പോലും, സമ്പത്തോ വിദ്യാഭ്യാസമോ കൊടുക്കരുതെന്നല്ല പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾ അവർക്ക് ആരെ കൊടുക്കുക? കർത്താവിനെ കൊടുക്കുക. അവർ വരും ദിവസങ്ങളിൽ അവർ ജീവിച്ചോളും. പാപത്തിൻ്റെ വഴിയിൽ പെടാതെ അവർ ജീവിക്കുവാൻ തക്ക വേണ്ട ഇടയായിത്തീരും. സ്തോത്രം, ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളിൽ 91-ാമത്തെ സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും കാണാൻ അറിയാവുന്ന സങ്കീർത്തനം, 91-ാമത്തെ സങ്കീർത്തനം, അതിന് 2-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്. എന്താണ്? യഹോവയെക്കുറിച്ച്, അവനെൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. കണ്ടോ എന്താ പറയുന്നത്? 91-ാം സങ്കീർത്തനം നാം പണ്ടൊക്കെ പേടി വരുമ്പോൾ, നിങ്ങളൊന്നും ചെയ്ത് കാണത്തില്ല, പണ്ടൊക്കെ ചെറുപ്പത്തിൽ പേടി വരുമ്പോൾ മിക്കവാറും പറയുന്ന സങ്കീർത്തനമാണ്. ഏത്? 91-ാമത്തെ സങ്കീർത്തനം. എങ്ങനെ ആരംഭിക്കുന്നേ? അത്യുന്നതിന്റെ മറവില് വസിക്കുന്ന, പിന്നെ അടുത്തത് യഹോവയെക്കുറിച്ച്. മതി എനിക്ക് 10 മിനിറ്റേ മൊത്തമുള്ളൂ. ശ്രദ്ധിക്കുക, തെറ്റിദ്ധരിക്കുക. സോറി, നമുക്ക് ദൈവദാസനുണ്ടല്ലോ അടുത്തത്. ഞാൻ പറഞ്ഞു തന്ന സാരം എത്ര മാത്രമേ ഉള്ളൂ. അതിൻ്റെ എത്രാമത്തെ വാക്യം നാം വായിച്ചത്? 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യഹോവയെക്കുറിച്ച് അവനെൻ്റെ സങ്കേതം. സ്തോത്രം. ആരാ നമ്മുടെ സങ്കേതം? എൻ്റെ അപ്പനല്ല, എൻ്റെ അമ്മയല്ല, എൻ്റെ സമ്പത്തല്ല, എൻ്റെ ജോലിയല്ല. അവരെന്താ? യഹോവയെക്കുറിച്ച്. അവനെൻ്റെ ഭക്തൻ പറയുകയാണ്, യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും. അടുത്തെന്താ? ഞാൻ ആശ്രയിക്കുന്ന. ഞാൻ ആരെ ആശ്രയിക്കുന്ന? ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. എത്ര മനോഹരമായൊരു പദമാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ വേർഡ്, റൈറ്റ്? ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ വായിച്ച സങ്കീർത്തന ഭാഗവും അതല്ലേ പറയുന്നത്? യഹോവ നമ്മുടെ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു, ബലമാകുന്നു, കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത
തുണയായിരിക്കണം. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, നോഹ ദൈവസന്നദ്ധിയിൽ ദൈവത്തെ സങ്കേതമായി കണ്ടതുപോലെ ഈ ദിവസങ്ങളിൽ, ഈ ഒരാഴ്ചകളിൽ കർത്താവിൻ്റെ വരവ് വരെ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ദൈവത്തെ സങ്കേതമായി കണ്ട്, ബലമായി കണ്ട്, പിന്നെന്താണ്, അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും തുണയായി കണ്ട്. ശ്രദ്ധിച്ചാണ് ആ പദം, എനിക്ക് ഒത്തിരി മനസ്സിൽ ടച്ച് ചെയ്യുന്ന പദമാണ്. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത സഹായം എന്നല്ല, മലയാളത്തിൽ സഹായം എന്നല്ല എഴുതിയിരിക്കുന്നത്. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത, ആ പദം കണ്ടോ, തുണയായിരിക്കുന്നത്. എത്ര മനോഹര, ഇമ്പമേറിയ വാക്കാണ്. നമ്മുടെ ബ്യൂട്ടിഫുൾ വേർഡ്. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ ഏറ്റവും തുണയായ കർത്താവിനെ നമുക്ക് മുറുകെ പിടിക്കാം. നിങ്ങളുടെ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രശ്നം ഏതുമാകട്ടെ, നിങ്ങളുടെ ദുഃഖം ഏതുമാകട്ടെ, നിങ്ങളുടെ കണ്ണുനീർ ഏതുമാകട്ടെ, നിങ്ങളുടെ വിഷയം ഏതുമാകട്ടെ, തുണയായ കർത്താവിനെ മുറുകെ പിടിക്കുക. ഈ ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ നയിക്കും, കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. നിങ്ങളുടെ കഷ്ടങ്ങളുടെ നടുവിൽ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ കർത്താവ് ഇറങ്ങും. അത് തീച്ചുകളുടെ അനുഭവമായാലും കർത്താവ് ഇറങ്ങും, സിംഹത്തിൻ്റെ കുഴിയായാലും കർത്താവ് ഇറങ്ങും. നീ വിശ്വസ്തനായിരുന്നാൽ മതി. അതുകൊണ്ട് അവിശ്വസ്തരാകാതെ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് നീങ്ങുവാൻ സർവ്വശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവസരം തന്നതായ ദൈവദാസനോട് നന്ദി പ്രത്യേകം അറിയിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ.